നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻഫോർമേറ്ററി വീഡിയോ ആണ്. നമുക്ക് എങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ എടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത്. സാധാരണ നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും തന്നെ ഇപ്പോൾ ഓൺലൈനെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആൾക്കാരാണ്. എന്നാൽ ചുരുക്കം ചിലർക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയാത്തതായിട്ടുള്ളൂ. അവർക്കൊക്കെ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് അവരും ഈ സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരും ഇതുപോലെ തന്നെ ഓൺലൈൻ വഴിയാണ് എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ ഒരു ഫോൺ ഉണ്ടെങ്കിൽ തന്നെ, അതായത് ഇപ്പോൾ എല്ലാവർക്കും നെറ്റുള്ള ഫോണാണുള്ളത്, അതിനകത്തുകൂടി തന്നെ നമുക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കിത് ഓൺലൈനായിട്ട് നമുക്ക് എടുക്കാം. പിന്നെ അതിൻ്റെ പ്രിൻ്റ് എടുത്താൽ മതിയായിരിക്കും. അപ്പോൾ പണ്ടത്തെ പോലെ ഓഫീസുകളിലൊന്നും കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ റീസെൻ്റായിട്ട് എനിക്ക് എൻ്റെ ഫാദർ ലോയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുക്കണമായിരുന്നു. അങ്ങനെ ഞാനിത് എടുക്കാൻ നോക്കിയപ്പോഴാണ് ഇതിനകത്ത് ബർത്ത് സർട്ടിഫിക്കറ്റും അതുപോലെ മാരേജ് സർട്ടിഫിക്കറ്റും എല്ലാം ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ കരുതി നിങ്ങൾക്ക് കൂടെ ഈ ഇൻഫർമേഷൻ ഒന്ന് പാസ് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ എടുക്കാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗൂഗിളിൻ്റെ ഈ പേജ് എടുക്കുക. ഇതെടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഗൂഗിൾ എന്നുള്ളൊരു ഐക്കൺ, ഈവൻ ഫോണിലായാലും ഗൂഗിൾ എന്ന് പറഞ്ഞ ഐക്കൺ അതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ വരും. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ആ വെബ് അഡ്രസ്സ് അടിച്ചു കൊടുക്കണം. അതായത് www.isg kerala.gov.in ഇതാണ് നമ്മുടെ അഡ്രസ് എന്ന് പറഞ്ഞിട്ട് www.isgkerala.gov.in നമുക്കതിൽ പ്രസ് ചെയ്യാം. പ്രസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ, കേരള സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഈ പേജാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഈ പേജിനകത്താണ് നമുക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. നമുക്ക് വസ്തുനികുതി അടയ്ക്കേണ്ട അത്, ബിൽഡിംഗ് പെർമിറ്റ്, സിവിൽ രജിസ്ട്രേഷന്, ക്ഷേമ പെൻഷൻ എല്ലാത്തിനെ കുറിച്ചും ഇതിനകത്തുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റ് എടുക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. ബാക്കിയുള്ള ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പം എങ്ങനെ നമുക്ക് സർട്ടിഫിക്കറ്റ് എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഈ പേജ് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വന്നല്ലോ. അപ്പോൾ ഈ പേജ് ഏറ്റവും അടിയിലേക്ക് കണ്ടില്ലേ, നമുക്ക് ഏറ്റവും അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് ഏറ്റവും അടിയിൽ പോകാം. അവിടെ കണ്ടില്ലേ, ജനന മരണ സാക്ഷ്യപത്രങ്ങൾ, അതുപോലെ ഫയൽ നിജസ്ഥിതി, വസ്തുനികുതി, ഇ പേയ്മെന്റ്, വിവാഹ സാക്ഷ്യപത്രങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് നമുക്ക് ജനന മരണ സാക്ഷ്യപത്രങ്ങൾ എന്നുള്ള എഴുതിയേക്കുന്നുണ്ടല്ലോ, അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി വരും. അത് സേവനയുടെ സിവിൽ രജിസ്ട്രേഷൻ, ആ ഒരു പേജാണ്. സിവിൽ രജിസ്ട്രേഷൻ സേവന എന്ന ഈ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിന്നാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടെയുണ്ട് സർട്ടിഫിക്കറ്റ് സെർച്ച്, ഓൺലൈൻ ഫോം സബ്മിഷൻ, ക്വിക്ക് സർട്ടിഫിക്കറ്റ് സെർച്ച്, സ്റ്റേറ്റ് രജിസ്ട്രേഷൻ ക്ലോക്ക് എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമുക്കിതിനകത്ത് ക്വിക്ക് സർട്ടിഫിക്കറ്റ് സെർച്ച് അതിൽ നമുക്ക് പ്രസ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതേപോലെ വരും. ഈ ഒരു പേജ് വരും. ആ പേജ് കണ്ടില്ല, ഏറ്റവും മുകളിൽ ഇവിടെ നമുക്ക് ഏത് സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളത് എടുക്കാം. ഇതിനകത്ത് നമുക്ക് ഈ പേജിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. ഞാനിപ്പോൾ നിങ്ങളെ ഡെത്ത് സർട്ടിഫിക്കറ്റ് തന്നെ കാണിക്കാം. അപ്പം ഡെത്ത് സർട്ടിഫിക്കറ്റ് ഓക്കെ. എന്നിട്ട് അടുത്ത താഴേക്ക് വരുമ്പോൾ ഡിസ്ട്രിക്ട്. അപ്പം എൻ്റെ ഫാദർ ഇൻ ലോ മരിച്ച് ട്രിവാൻഡ്രത്ത് വെച്ചാണ്. അപ്പോൾ ട്രിവാൻഡ്രം അടിച്ചു കൊടുത്തു. അടുത്ത ലോക്കൽ ബോഡി ടൈപ്പ്, ട്രിവാൻഡ്രം കോർപ്പറേഷൻ ആണല്ലോ, അപ്പോൾ നമുക്ക് കോർപ്പറേഷൻ അടിച്ചു കൊടുക്കാം. അപ്പോൾ ട്രിവാൻഡ്രം കോർപ്പറേഷൻ. അപ്പോൾ ഇനി ഡേറ്റ് ഓഫ് ഡെത്ത് അതെന്താണല്ലോ, 24th മരിച്ചത്. അതുപോലെ തന്നെ നമുക്കത് അടിച്ചു കൊടുക്കാം. ഏതാ ഡേറ്റ് എന്നുള്ളത് നമുക്ക് അടിച്ചു കൊടുക്കാം. ഇവിടെ ജെൻഡർ ഉണ്ട്, പിന്നെ നെയിം ഓഫ് ഡിസീസ്ഡ്, ആ മരിച്ച ആളുടെ പേര് എഴുതി കൊടുക്കാം. പിന്നെ ഇവിടെ ഒരു ലെറ്റേഴ്സ് കാണാം, അത് നമുക്ക് ഇതിനകത്തേക്ക് അടിച്ചു കൊടുക്കണം. ഇവിടെ എൻ്റെ കാണിച്ചിരിക്കുന്നത് RQIW എന്നാണ്. RQIW. അപ്പം നിങ്ങൾ നോക്കിയത് സ്മോൾ ലെറ്റർ ആണോ
ക്യാപ് ലെറ്റർ ആണോ നോക്കുക. അപ്പോൾ എനിക്കിവിടെ 2 സ്മോൾ ലെറ്റർ, ഒരു ക്യാപ് ലെറ്റർ, വീണ്ടും ഒരു സ്മോൾ ലെറ്റർ ആണ്. അത് അതുപോലെ തന്നെ അടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് സബ്മിറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം അത് ഓപ്പൺ ആയി വരുന്നു എന്നുള്ളത്. കണ്ടില്ലേ, ഇതേപോലെ വന്നു. ഇനി നമുക്ക് സർട്ടിഫിക്കറ്റ് കാണാൻ വേണ്ടി വ്യൂ എന്ന് പറയുന്ന പേജ് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏത് സർട്ടിഫിക്കറ്റ് ആണോ നമ്മൾ സെർച്ച് ചെയ്തത് ആ സർട്ടിഫിക്കറ്റ് ഇവിടെ തെളിഞ്ഞു വരും. ഇതാ കണ്ടില്ലേ, സർട്ടിഫിക്കറ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിൻ്റ് എടുത്താൽ മാത്രം മതിയായിരിക്കും. കണ്ടില്ലേ, ഈ സർട്ടിഫിക്കറ്റ് ആണ് സത്യത്തിൽ ട്രിവാൻഡ്രം ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ആവശ്യം വന്നപ്പോൾ ഇതുപോലെ ഇതിനകത്തു നിന്നാണ് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് എടുത്തത്. ഇതുപോലെ തന്നെ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റും എടുക്കാം. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിനും സെയിം ഞാൻ പറഞ്ഞ മെയിൻ പേജിൽ പോവുക. കണ്ടില്ലേ, ഈ മെയിൻ പേജിൽ പോവുക. എഗെയിൻ ജനന മരണ സാക്ഷ്യപത്രങ്ങളുടെ പേജ് എടുക്കുക. പിന്നെ നമുക്കിവിടെ ക്വിക്ക് സർട്ടിഫിക്കറ്റ് സെർച്ച് അവിടെ പ്രസ് ചെയ്യുക. അവിടെ പ്രസ് ചെയ്യുമ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിൽ നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വരണം. മാരേജ് സർട്ടിഫിക്കറ്റ് കോമൺ, അതിലാണ് പ്രസ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ എവിടെയാണ് മാരേജ് നടന്നതെന്ന് വെച്ചാൽ അവിടുത്തേത് അടിച്ചു കൊടുക്കുക. അങ്ങനെ താഴത്തേക്ക് എല്ലാ ഡീറ്റെയിൽസും അടിച്ചു കൊടുക്കാം. ഇപ്പം ഞാനൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് എടുക്കുന്നത്, കാണിച്ചു തരാം. ബർത്ത് സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിക്ട്, ഇപ്പം ട്രിവാൻഡ്രത്ത് ഉണ്ടായ ഒരു കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കോർപ്പറേഷൻ തന്നെ, ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ നമുക്ക് അവിടെ അടിച്ചു കൊടുക്കാം. കുട്ടിയെ മെയിലാണോ ഫീമെയിൽ എന്നുള്ളത് അടിച്ചു കൊടുക്കാം. എന്നിട്ട് അമ്മയുടെ പേര് അടിച്ചു കൊടുക്കാം. ദെൻ വേർഡ് വെരിഫിക്കേഷൻ കൊടുക്കണം. ദെൻ സബ്മിറ്റ്. ദെൻ വ്യൂ എന്ന് വരുമ്പോൾ നമുക്കവിടെ ഇതാണ് ജനന സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്. ഇതേപോലെ തന്നെ നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റും എടുക്കാം. ഇപ്പം ബർത്ത് സർട്ടിഫിക്കറ്റും കിട്ടിയില്ലേ, അതെ. അപ്പം ഞാൻ ഇപ്പോൾ എല്ലാം ട്രിവാൻഡ്രത്തല്ലേ കാണിച്ചത്, അപ്പം ഞാൻ മാറ്റി വേറെ ഒരെണ്ണം കാണിച്ചു തരാം. ഇനി നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് കണ്ടു, അതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് കണ്ടു. ഇനി നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. സെയിം നമ്മളിപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് അതേ പേജിൽ പോവുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്ക്രോൾ ചെയ്ത് ഡൗണിലേക്ക് ചെല്ലുക. എന്താ ഇവിടെ ജനന മരണ സാക്ഷ്യപത്രങ്ങൾ, അവിടെ തന്നെ പോകാം. വിവാഹ സാക്ഷ്യപത്രങ്ങൾ വേണ്ട, ജനന മരണ സാക്ഷ്യപത്രങ്ങൾ അവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പേജ് ഓപ്പൺ വരും. അവിടെ ക്വിക്ക് സെർച്ച് എടുക്കുക, സർട്ടിഫിക്കറ്റ് സെർച്ച് എടുക്കുക. അവിടെ നമുക്ക് ഇവിടുന്ന് ഇപ്പം മാരേജ് സർട്ടിഫിക്കറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതുപോലെ ഇതിൻ്റെ ഏറ്റവും അടിയിലുണ്ട് മാരേജ് സർട്ടിഫിക്കറ്റ് കോമൺ. നിങ്ങൾക്ക് മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മലയാളത്തിലുള്ളത് ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ല. ബർത്ത് സർട്ടിഫിക്കറ്റ് ഇവിടെ മലയാളമുണ്ട്. മലയാളത്തിൽ സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഞാനിപ്പം ഇംഗ്ലീഷിലാണ് എടുക്കുന്നത്. മാരേജ് സർട്ടിഫിക്കറ്റ് കോമൺ, അതിൽ ക്ലിക്ക് ചെയ്യാം. അതുപോലെ എവിടെയാണ് മാരേജ് കഴിഞ്ഞാൽ അവിടെ ചെയ്യാം. അതുപോലെ ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് എൻട്രി ചെയ്ത് കൊടുക്കാം. അതും കല്യാണം കഴിഞ്ഞ ഏത് ഡേറ്റ് എന്ന് വെച്ചാൽ അത്. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ പേര്, വൈഫിൻ്റെ പേര്, ഈ കാണുന്ന ലെറ്റേഴ്സ്. ക്യാപ് ലെറ്റർ ആണോ സ്മോൾ ലെറ്റർ ആണോ കൂടെ നോക്കണം, അനുസരിച്ച് നിങ്ങൾ അടിച്ചു കൊടുക്കാം. ദെൻ സബ്മിറ്റ്. കണ്ടില്ലേ, ഇവിടെ വ്യൂ ഉണ്ട്. നമുക്ക് സർട്ടിഫിക്കറ്റ് ഇതേപോലെ തന്നെ എടുക്കാൻ പറ്റും. നമ്മുടെ ഫോട്ടോ ഒക്കെ പതിച്ച സർട്ടിഫിക്കറ്റ് ആണിത്. ഇതേപോലെ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പം ഇങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ മാരേജ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് അതുപോലെ ഡെത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് എടുക്കാൻ വേണ്ടി ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പേജിൽ പോയാൽ മതി. അവിടെ നിന്ന് നമുക്ക് എല്ലാം എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ അറിയാത്തതായിട്ട് ഒരുപാട് പേര് കാണുമായിരിക്കും. അങ്ങനെയുള്ളവർക്ക് കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതുപോലത്തെ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടും അതുപോലെ പുതിയ അറിവുകളായിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ കാണാം. അതുവരേക്കും ബൈ. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലുള്ള കുഞ്ഞു ബെൽ ബട്ടൺ അമർത്താനും മറക്കണ്ട കേട്ടോ.